ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ അമ്മയും മോനും ചാനലിലെ ഒരു ചെറിയ കുഞ്ഞ് ഷോർട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് എല്ലാവർക്കും ഏകദേശം അറിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് ഷാരിമോൾ എന്നാണ്. എൻ്റെ സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മ ഞങ്ങൾ രണ്ട് പെൺപിള്ളേരടങ്ങിയ ഒരു ചെറിയ വീടായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആങ്ങളമാരില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ കൊച്ചച്ചന്മാരുടെ മക്കളായിട്ടും ആൻറ്റിമാരുടെ മക്കളായിട്ടും മാമന്മാരുടെ മക്കളായിട്ടും ഒക്കെ നമുക്കൊക്കെ കുറേ ആങ്ങളമാരുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഒരു പാതി വഴിയിൽ നമ്മുടെ സ്വന്തമല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ പല പല സന്ദർഭങ്ങളുണ്ട്. അതുപോലെ പിന്നീടുള്ള പഠനകാലത്തിൽ നമുക്ക് കുറേയേറെ ഫ്രണ്ട്സിനെ കിട്ടി. അവരുടെ കട്ട ഫ്രണ്ട്സായിട്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയ കാലഘട്ടമുണ്ട്. അതിൽ നിന്നും ഞങ്ങൾ കല്യാണം കഴിച്ചു വിട്ടു. ഞങ്ങൾക്ക് രണ്ട് പേർക്കും കിട്ടിയതോ ആൺപിള്ളേർ തന്നെയാണ്. ദൈവം അനുഗ്രഹിച്ച് രണ്ട് പേർക്കും ആൺപിള്ളേർ തന്നെ കിട്ടി. അതൊക്കെ പറഞ്ഞു വരുന്നൊരു കാര്യം വേറൊന്നുമല്ല. ഞാനിത് ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഒരു ബ്രദർമാരില്ലാത്ത നമ്മുടെ നാട്ടിൽ തന്നെ കുറേയേറെ പെൺപിള്ളേരുണ്ട്. നമുക്ക് ബ്രദർമാരുടെ സ്നേഹം നമുക്ക് കിട്ടാത്തതിൻ്റെ ഒരു ഇത് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് ഈ വീഡിയോ തയ്യാറാക്കിയത് തന്നെ നമ്മൾ ഈ യൂട്യൂബിലോട്ടൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപാട് സ്നേഹിച്ച് കുറേ അമ്മമാരെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതുപോലെ തന്നെ കുറേ ഉള്ളെറിഞ്ഞ് സ്നേഹിച്ച അനിയന്മാരെയും ചേട്ടന്മാരെയും അനിയന്മാരെയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അത് ആത്മാർത്ഥമായി തന്നെ ഞങ്ങൾ സ്നേഹിക്കുകയാണ് ചെയ്യാറുള്ളത്. എൻ്റെ കാര്യമാണ് ഞാൻ പൊതുവെ പറഞ്ഞത്. ഒരു വേർതിരിവോ ഒന്നും അങ്ങനെ ഇല്ലാതെ ഞാൻ അങ്ങനെ സ്നേഹിച്ച് പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പം എനിക്കതിൽ നിന്നും കുറേയേറെ നമ്മുടെ ഉള്ളിലോട്ട് കുറച്ചും കൂടി കടന്നു പോയ ആൾക്കാരുണ്ട്. ഇപ്പം ഓരോരുത്തരുടെ സ്നേഹം വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ തന്നെ അതുപോലെ തന്നെ ചിലർ നമ്മുടെ ഉള്ളിലോട്ട് ശരിക്കും കടന്ന് കയറിയ കുറേ ആൾക്കാരുണ്ട്. അതിലൊരാളുടെ അടുത്ത് എനിക്ക് വേറെ ഒന്നും തോന്നില്ല. ഞാൻ ഒരു നിമിഷം കാണാൻ ആഗ്രഹിച്ചത് ഞാൻ ഓടിപ്പോയി കണ്ട ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലോട്ടുള്ളിലോട്ട് കുറേയേറെ കടന്നുകൂടിയ ആൾക്കാർ കൂടുതലുമുണ്ട്. അപ്പോൾ നമ്മളൊരു വലിയ പാത്രത്തിലോട്ട് ഒരു ചെറിയ കുഞ്ഞു പാത്രം കൊണ്ട് വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ് തന്നെ. അപ്പോൾ അങ്ങനെ ആ ടാസ്കിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് കുറേ ആൾക്കാർ നമ്മുടെ കൂടെ കാണും. അപ്പോൾ അവരൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് അങ്ങ് സാവകാശം കയറുകയാണ് ചെയ്യുന്നത്. അത്രയും സാവകാശം നമ്മുടെ ഉള്ളിലോട്ട് കയറിയതിന് ശേഷം തന്നെ ആണെങ്കിൽ നമ്മൾ പോലും അറിയാതെ ആ വെള്ളം ഏകദേശമൊക്കെ നിറയാറൊക്കെ ആകുമ്പോൾ നമ്മുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളും എല്ലാം നമ്മുടെ കൂടെ നിന്നിട്ട് ആ പാത്രം ഏകദേശം ഒരു കാൽഭാഗമെങ്കിലായി അല്ലെങ്കിൽ ഒരു അരപ്പാത്രമെങ്കിലും ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ആ പാത്രത്തിന് ഒരു ചെറിയ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് പതിയെ നമ്മളെ ആ ഉള്ളിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ അടുത്ത് നിന്നും പതിയെ മാറുന്ന പലരും ഉണ്ടാവാം. അപ്പോൾ അത് നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം വലിയൊരു സങ്കടകരമായ ഒന്നാണ്. കാരണം നമ്മൾ അത്രയേറെ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് നമ്മൾ അത്രയേറെ അവരെ സ്നേഹിച്ചിട്ടുണ്ടാവും. അവർ നമ്മളെ ചിലപ്പം എന്താണ് പറയുക, നമ്മളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്നേഹിച്ചവരും ആകാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ ആങ്ങളമാരെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അനിയത്തിമാരെന്നുള്ള രീതിയിലോ ചേച്ചിമാരെന്നുള്ള രീതിയിലോ ഒക്കെ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് നമ്മൾ പാതി വഴിയിൽ, അതായത് നമ്മളെ അത്രയും കൊമ്പത്ത് കയറ്റി വെച്ചിട്ട് ആ കൊമ്പ് ഒടിച്ച് താഴ്ത്തിട്ടിടുന്ന ഒരവസ്ഥയിൽ എനിക്ക് എത്താൻ തന്നെ സാധിച്ചു. അതാണിപ്പോൾ പറയാനുള്ള കാര്യം. അതാണ് ഈ വീഡിയോ എടുക്കാനുള്ള കാര്യവും. അപ്പം എൻ്റെ അമ്മാടിക്കുട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഓണത്തിന് പറഞ്ഞാണ്. അമ്മാടിക്കുട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അമ്മാടിക്കുട്ടൻ ഞാൻ ഒറ്റയ്ക്കല്ലേന്ന് അവൻ പറയുമ്പോൾ ഞാൻ ചോദിച്ചില്ല, നിനക്ക് രണ്ട് അനിയത്തിമാരില്ലേ? അതായത് എൻ്റെ നാത്തൂനും രണ്ട് പെൺപിള്ളേരാണുള്ളത്. നിനക്ക് രണ്ട് അനിയത്തിമാരില്ലേ? നിനക്കൊരു ചേട്ടനുണ്ടല്ലോ, ഒരു അനിയനുണ്ടല്ലോ, നീ ഒറ്റയ്ക്കല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നോട്, കുഞ്ഞു കൊച്ചാണ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പുത്രനാണ്, അവൻ എന്നോട് ഒരു മറുചോദ്യം ചോദിച്ചിട്ടുണ്ട്, അവരൊന്നും എൻ്റെ സ്വന്തം അല്ലല്ലോ എന്ന്. അത്രയും കുഞ്ഞു കൊച്ചിന് തോന്നുന്ന ഒരു കാര്യം പോലും ഞാൻ ചിന്തിച്ച് കൂട്ടാതെ ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ നമ്മുടെ സ്വന്തം അനിയന്മാരായിട്ടും അനിയത്തിമാരായിട്ടും ചേട്ടന്മാരായിട്ടും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ അവരൊന്നും അതുപോലെ കാണാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും ദൂരോട്ട് എറിഞ്ഞ് കളഞ്ഞവരുണ്ട്. അപ്പോൾ എല്ലാവരും സ്നേഹിക്കുകയാണെങ്കിൽ അത് ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുക. അല്ലെങ്കിൽ വെറുതെ എന്തിനാണ് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്നത്, ഒരു ഗ്യാപ്പ് ഇട്ട് തന്നെ നിൽക്കുക. എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൾ എന്നോട് ഇതുപോലെ പറഞ്ഞു, നമ്മുടെ ഏത് നിമിഷവും എല്ലാവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ അതും എനിക്ക് ഉൾക്കൊള്ളാൻ അങ്ങോട്ട് സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതറിയത്തില്ല. ഞാൻ അങ്ങനെ സ്നേഹിക്കുമ്പോൾ അത് ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുക. അപ്പോൾ അവളെന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്നേഹിക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സ്നേഹിക്കുന്ന കാര്യത്തില്ല. സ്നേഹിക്കുന്നവർ ഞാൻ ഉള്ളറിഞ്ഞ് ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ തന്നെ അത് ഞാൻ ചിലപ്പോൾ ചോദിക്കേണ്ടവരാണെങ്കിൽ ആ നിമിഷം ഞാൻ തന്നെ പ്രതികരിച്ചിരിക്കുക. അതാണ് എൻ്റെത്. ഉള്ളി വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കാറില്ല. എന്നാൽ തന്നെ ഞാൻ ചോദിക്കാനുള്ള ഇപ്പോൾ അത്രയ്ക്കും നമ്മുടെ കൂടെ നിന്ന് നല്ല ഡീപ്പായിട്ട് നിൽക്കുന്നവരോടാണെങ്കിൽ പോലും ഞാൻ അന്നേരം തന്നെ എടുത്ത് ചോദിക്കും, എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ ചെയ്തത് എന്ന് ഞാൻ തന്നെ ചോദിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പലരെയും നമ്മളെ ഈ യൂട്യൂബ് ചാനലിൽ വന്നിട്ടാണെങ്കിലും പലർക്കും നമ്മളെ ഇഷ്ടം ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നത് അവരെ ആത്മാർത്ഥമായിട്ടാണ്. അതും പെട്ടെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറുള്ള ഒരാളാണ് ഞാൻ. അതായത് ഇപ്പം ചെറിയൊരു കാര്യങ്ങൾക്ക് ഒരു പെട്ടെന്ന് കരയുന്ന ഒരാളാണ് ഞാൻ. അത്രയും എൻ്റെ പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സ് പോലും അത്രയും, അവൻ ഒരു തമാശയ്ക്ക് പറഞ്ഞാണെങ്കിൽ പോലും അതുപോലും ഞാൻ ചിന്തിക്കാത്ത അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച പലരും ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് പതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ നമ്മൾ അത്രയും സ്നേഹിച്ചിട്ടില്ല, ഒരു അനിയത്തിയായിട്ട് കണ്ടിട്ടില്ല, ഒരു ചേച്ചിയായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ. അതിന് പല പല കാരണങ്ങളും നമുക്ക് തന്നെ അവർ തന്നെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. അങ്ങനെയാണ് പലരെയും മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുമ്പോൾ എല്ലാവരെയും ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുക. സ്നേഹം നടിക്കാതെ ആരെയും സ്നേഹിച്ച് വഞ്ചിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വേറൊന്നുമല്ല. ഒരു അനിയത്തിയായിട്ട് കണ്ടിട്ടോ, ഒരു അനിയനായിട്ട് കണ്ടിട്ടോ, ഒരു ചേച്ചിയായിട്ട് കണ്ടിട്ടോ, ഒരു അനിയത്തിയായിട്ട് കാണിക്കുകയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അതുപോലെ തന്നെ എപ്പോഴും കൊണ്ടുപോവുക. അല്ലാതെ പാതി വഴിയിൽ ഒരിക്കലും അവരെ ഉപേക്ഷിച്ചിട്ട് പോകരുത് എന്നുള്ളതേ ഉള്ളൂ. ഒരമ്മമാരായിട്ട് അമ്മമാരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് കുറേ അമ്മമാരെ കിട്ടിയിട്ടുണ്ട്. ആ അമ്മമാരെ സ്നേഹിക്കുമ്പോഴാണെങ്കിലും അത് ആത്മാർത്ഥമായി സ്നേഹിക്കുക. അതിനിടയ്ക്ക് കള്ളത്തരങ്ങൾ പാടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇപ്പോൾ അത്രയും ഒരു പിഞ്ച് പൈതലിൻ്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങൾ പോലും ഞാൻ ആലോചിക്കാതെ ഞാൻ സ്നേഹിക്കുന്നത് അത്രയും ഒരു അതിനേക്കാളും ഒരു പൊട്ടി കൊച്ചിൻ്റെ രീതിയിൽ സ്നേഹിക്കുന്ന എന്ന് തന്നെ പറയാം. അവൻ തന്നെ എന്നോട് പറഞ്ഞു, അവൻ എൻ്റെ സ്വന്തം അല്ലല്ലോ, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പല്ലല്ലോ, അല്ലെങ്കിൽ സ്വന്തം അനിയത്തിമാരല്ലല്ലോ, സ്വന്തം ചേട്ടനും അനിയനും അല്ലല്ലോ എന്ന് തന്നെ അവൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവനുള്ള വിവേക ബുദ്ധി പോലും എനിക്കില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടമാണ് വരുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ അത്രയും ഡീപ്പായിട്ട് നമ്മൾ വേറൊന്നും ചിന്തിക്കാതെ നമ്മൾ അത്രയും ഡീപ്പായിട്ട് എൻ്റെ അനിയനാണല്ലോ, എൻ്റെ ചേട്ടനാണല്ലോ, എൻ്റെ അനിയത്തിയാണല്ലോ, എൻ്റെ അമ്മയാണല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അവരിൽ നിന്നും ഒരു തിരിച്ചടി ഒരിക്കലും ഉണ്ടാകും നമ്മൾ വിചാരിക്കുന്ന കാര്യമേ ഇല്ല. പക്ഷേ ആ തിരിച്ചടി ഉണ്ടാകുന്ന വളരെ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഷോർട്സ് ഇത് കേട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷം പറയുകയാണ്. അപ്പോൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുക. അല്ലാത്തവരും നിങ്ങൾ പലരെയും കണ്ടുമുട്ടുമല്ലോ, അങ്ങനെ വിട്ട് കളഞ്ഞേക്കുക. സ്നേഹിക്കുന്നവരെ എപ്പോഴും കൂടപ്പിറപ്പായിട്ട് തന്നെ കണ്ട് സ്നേഹിക്കുക. അപ്പം എല്ലാവർക്കും പുതിയൊരു ചെറിയ വീഡിയോ എടുത്ത് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.